മൻ യക്സുറുൽ അക്ല ലാ യജിദു ലിൽ ഇബാദത്തി ലദ്ദാ. അധികം ഭക്ഷണം കഴിക്കുന്നവൻ ആരാധനക്ക് സുഖം അനുഭവിക്കൂല. അധികം ഭക്ഷണം കഴിക്കുന്നവന് ആരാധനക്ക് സുഖം കിട്ടൂല. റമളാനു ഷരീഫിൽ നമുക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടാകും അത്. റമളാനു ഷരീഫിലെ പ്രത്യേക നിസ്കാരമാണല്ലോ തറാവീഹ് നിസ്കാരം. ഇപ്പോഴും അങ്ങനെ തന്നെയാ സഹോദരങ്ങളെ. വൈകുന്നേരം നല്ലോണം ഭക്ഷണം കഴിച്ചു, പതിവിലപ്പുറം ഭക്ഷണം കഴിച്ചാൽ, ഒരു പതിവായ പാകത്തിന്റെ അപ്പുറം ഭക്ഷണം കഴിച്ച് ഖുർആൻ എടുത്ത് ഓതാനിരിക്കുന്ന ആള് 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ അയാള് നല്ല വിശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങുന്നുണ്ടാകും. അപ്പുറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ, മദ്രസയിലെയും സ്കൂളിലെയും പുസ്തകം വായിക്കുന്ന മക്കള് പറയും, ആണ്ടിലെ ഭക്ഷണം കഴിച്ച് നല്ലവണ്ണം കിലോ തൂക്കുന്നുണ്ട്. അതാ 1 കിലോ 2 കിലോ 3 കിലോ. അങ്ങനെ ടേബിളിലേക്ക് തല അങ്ങോട്ട് മുട്ടിയ കുട്ടികൾ പറയും 10 കിലോനായി. മുന്നിൽ മുസാഫ് ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുമ്പോഴേ കുറങ്ങി. നിസ്കാരം കഴിഞ്ഞ് ഇരുന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമുണ്ട്, ദിക്റുകൾ. അത് ചൊല്ലാൻ ഒരു ഉണർവ് വേണ്ടേ? പക്ഷെ അപ്പോഴേക്ക് തൂങ്ങി. രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ സുബ്ഹി നിസ്കാരത്തിൽ ഉറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, രാത്രിയിലെ ഭക്ഷണവും പകലിലെ ഭക്ഷണവും രണ്ടും 2 അളവിലായിരിക്കും നമ്മൾ കഴിക്കുന്നത്. കാരണം പകല് നല്ല സജീവമാകുന്ന നേരമാണ്, ശരീരം ഒന്ന് ഇളകിയിട്ട് നല്ലോണം അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന നേരമാണ്. അതിനനുസരിച്ചൊരു ഭക്ഷണം കഴിക്കും. രാത്രി അങ്ങനെയല്ല, രാത്രി വിശ്രമത്തിന്റെ നേരമാണ്. അപ്പൊ രാത്രി ഖനവും കട്ടിയുമുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചാലോ അത് ദഹിച്ചു വരുന്ന നേരം സുബ്ഹിന്റെ വാങ്കൊടുക്കുന്ന നേരമാണ്. ആ ദഹനത്തിൽ നല്ല ശരീരമൊക്കെ ഉറക്കിലേക്കും ഒന്ന് വിശ്രമിക്കാനും വേണ്ടി നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നു. ആ നേരത്താണ് 2 റക്അത്ത് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരത്തിന് ആനന്ദം കിട്ടൂല. ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു വന്നാള് 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് ക്ഷീണം ബാധിച്ചിരിക്കുകയാണ്. പാകത്തിന് ഭക്ഷണം കഴിച്ചു വന്ന ആൾക്ക് 20 റക്അത്ത് തറാവീഹല്ല, അതിനുശേഷം ഒരു 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചാലും പരാതിയില്ല, പ്രശ്നമില്ല. വലിയൊരു ഉപദേശല്ലേ? എഴുതി വെച്ചാൽ എപ്പോഴും നല്ല ഗുണം കിട്ടുന്ന ഉപദേശമാണ്. അധികം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ആരാധനക്ക് ആനന്ദം ലഭിക്കൂല.